നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ നിർബന്ധമായി എടുത്തിരിക്കേണ്ട ഒന്നാണ് നോർക്ക ID കാർഡ്. ഓൺലൈൻ വഴി എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായി ബ്രൗസർ ഓപ്പൺ ചെയ്ത് നോർക്ക റൂട്ട് എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന നോർക്ക റൂട്ട് എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ നോർക്കയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇതിൽ സൈൻ അപ്പ് എന്നത് കാണാം, അത് സെലക്ട് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പൺ ആയി വരും. ആദ്യമായി നിങ്ങളുടെ നെയിം എൻ്റർ ചെയ്യുക. മിഡിൽ നെയിം ഉണ്ടെങ്കിൽ അത് ഫിൽ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് റോൾ സെലക്ട് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ NRK ID കാർഡാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ NRK അബ്രോഡ് സെലക്ട് ചെയ്യുക. അതർ സ്റ്റേറ്റ് ID കാർഡാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ NRK അതർ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. സ്റ്റുഡൻസ് ID കാർഡാണെങ്കിൽ സ്റ്റുഡൻറ്റ് എന്നത് സെലക്ട് ചെയ്യുന്നതാണ്. ഞാനിവിടെ NRK അബ്രോഡാണ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ബർത്താണ് എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം ജെൻഡർ സെലക്ട് ചെയ്യുക. പിന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ കൊടുത്ത് ജനറേറ്റ് OTPയിൽ ക്ലിക്ക് ചെയ്ത് OTP എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് വാലിഡായ ഒരു ഇമെയിൽ ID ആണ് കൊടുക്കേണ്ടത്. അതിനുശേഷം സ്ട്രോങ് ആയ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. പാസ്വേഡ് കൺഫേം ചെയ്ത ശേഷം രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് കാണാം. സൈൻ ഇൻ ചെയ്യാനായി നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറോ ഇമെയിൽ IDയോ എൻ്റർ ചെയ്ത് പാസ്വേഡും ക്യാപ്ചയും കൊടുത്ത ശേഷം സൈനിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയി വരും. ഇവിടെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ലേറ്റസ്റ്റ് ആയ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, മാക്സിമം സൈസ് ഫോട്ടോയുടെ 500 KB ആണ്. ഫോട്ടോൻ്റെ ഡയമെൻഷൻ വരുന്നത് 300x300 ആയിരിക്കണം. ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ സിഗ്നേച്ചറും പാസ്പോർട്ടും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഈ ഫയലുകളുടെ എല്ലാം സൈസും ഡയമെൻഷനും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജും ബാക്ക് പേജും ഒന്നിച്ച് വേണം അപ്ലോഡ് ചെയ്യാൻ. അതിനുശേഷം അപ്ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ നോർക്ക ID കാർഡിന് താഴെയായി ഒരു ആരോ മാർക്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽ ആണ് എൻ്റർ ചെയ്യേണ്ടത്. റെഡ് സ്റ്റാറിൽ കാണുന്ന എല്ലാ കോളവും നിർബന്ധമായി ഫിൽ ചെയ്യേണ്ടതാണ്. പാസ്പോർട്ട് നമ്പർ, ആധാർ നമ്പർ, ഡിസ്ട്രിക്റ്റ്, പഞ്ചായത്ത്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, പെർമനൻ്റ് അഡ്രസ്സ് എല്ലാ ഡീറ്റെയിലും എൻ്റർ ചെയ്ത ശേഷം താഴെ കാണുന്ന ആഡ് ഡീറ്റെയിൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ആ വിൻഡോ ക്ലോസ് ചെയ്ത ശേഷം ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ ന്യൂ ആപ്ലിക്കേഷൻ എന്നത് സെലക്ട് ചെയ്യുക. അപ്ലൈ ഫോർ പ്രവാസി ID കാർഡ് എന്ന നേരെ ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന അപ്ലൈ നൗ എന്നതിൽ സെലക്ട് ചെയ്യുക. 408 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ ആയി വരുന്നത്. അപ്ലൈ നൗ കൊടുക്കുക. നെക്സ്റ്റ് പേജിൽ റെഡ് സ്റ്റാറിലുള്ളത് മാത്രം ഫിൽ ചെയ്താൽ മതി. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കൺട്രി ഓഫ് റെസിഡൻസ് എന്ന് കാണാം. ഇതിൽ നിങ്ങൾ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യം സെലക്ട് ചെയ്യുക. അതിന് താഴെയായി ഫാമിലി ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത്. നെയിം, റിലേഷൻ, ഏജ് എൻ്റർ ചെയ്യുക. അതിന് താഴെയായി റെസിഡൻസ് ടൈപ്പ് എന്ന് കാണാം. ഓവർസീസ് എന്നത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഓക്യുപ്പേഷൻ സെലക്ട് ചെയ്ത ശേഷം മൊബൈൽ നമ്പർ കൊടുക്കുക. അതിന് താഴെയായി പാസ്പോർട്ട് ഡീറ്റെയിൽ ആണ് എൻ്റർ ചെയ്യേണ്ടത്. പാസ്പോർട്ട് നമ്പർ, പ്ലേസ് ഓഫ് ഇഷ്യൂ, ഡേറ്റ് ഓഫ് ഇഷ്യൂ, എക്സ്പയറി ഡേറ്റ് എല്ലാം എൻ്റർ ചെയ്ത ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഈ ഡീറ്റെയിൽ എല്ലാം നിങ്ങളുടെ പാസ്പോർട്ടിൽ ഉണ്ടാകും. നെക്സ്റ്റ് വിസ ഡീറ്റെയിൽ ആണ്. ഇവിടെ വിസ എക്സ്പയറി ഡേറ്റ് മാത്രം എൻ്റർ ചെയ്താൽ മതി. താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഡിക്ലറേഷൻ എന്നതിന് താഴെ കാണുന്ന ബോക്സ് ടിക്ക് ചെയ്ത ശേഷം സേവ് ഡീറ്റെയിൽ കൊടുക്കുക. ഇവിടെ വിസ പേജ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. 1500 KB ആണ് ഫയലിൻ്റെ സൈസ്. അപ്ലോഡ് ചെയ്ത ശേഷം സേവ് ഡോക്യുമെൻ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾ കൊടുത്ത എല്ലാ ഡീറ്റെയിലും കാണാൻ സാധിക്കും. എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം താഴെ കാണുന്ന ബോക്സ് ടിക്ക് ചെയ്ത ശേഷം പ്രൊസീഡ് ടു ഫൈനൽ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തത് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പ്രൊസീഡ് ടു പേ ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്യാനായി ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്കിങ്, മൊബൈൽ വാലറ്റ് ഇതിലേത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. UPI ഉപയോഗിച്ച് എങ്ങനെയാണ് പേ ചെയ്ത് നോക്കാം. അതിനായി UPI ID എൻ്റർ ചെയ്ത ശേഷം പ്രൊസീഡ് ടു പേയിൽ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേയിലേക്ക് ഒരു പേയ്മെൻറ്റ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും. ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് പേയ്മെൻറ്റ് റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യുന്നതോടെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്രൂവലായി കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ID കാർഡ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതായിരിക്കും.